ഹലോ ഗായ്സ്, ഞങ്ങൾ TNAയിലെ അഗ്രികൾച്ചർ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുടുംബിയാൻമലയിലെ സ്റ്റുഡൻസാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ലൈഫിൽ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൻ്റെ ക്രോപ്പ് കഫറ്റീരിയയുടെ കുറച്ച് ഭാഗം കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾ പേരിൽ തന്നെ കേട്ടല്ലോ. അപ്പോൾ അതിനാൽ ഈ കോളേജിൻ്റെ എല്ലാ ഭാഗമൊന്നും പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. നോക്കൂ, ഇങ്ങനെ വിജിലംബിച്ച് കിടക്കുന്ന കോളേജാണ്. ഇതൊരു കുറച്ചൊരു ഭാഗം, ഒരു ബ്ലോക്കേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ബ്ലോക്ക് ഉള്ളതിനാൽ ഇന്ന് ഞങ്ങളുടെ ക്രോപ്പ് കഫറ്റീരിയ കാണിക്കാം, അഗ്രികൾച്ചർ സ്റ്റുഡൻസ് എന്ന നിലയിൽ. അപ്പോൾ ക്രോപ്സിനാണല്ലോ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിന്ന് ക്രോപ്പ് കഫറ്റീരിയ ഒന്ന് കണ്ടു വന്നാലോ. കമോൺ ഗൈസ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ കൗപ്പി ഫീൽഡ്. കൗപ്പിയുടെ അപ്പുറത്തതാ അങ്ങോട്ട് നോക്കൂ, അത് കണ്ടില്ലേ? അത് സൺഹെമ്പാണ്. ഈ ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഒരു പ്ലോട്ടിലായിട്ടുള്ളത് ഡേഞ്ചയാണ്. ഇതൊക്കെ ഗ്രീൻ മാനറാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ പ്ലോ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും അടുത്ത കൾട്ടിവേഷൻ വരും. ആ കാണുന്ന ബ്ലൂ ബിൽഡിംഗ് ഞങ്ങളുടെ അഡീഷണൽ ലെക്ചർ ഹാൾ. ലുക്ക് അറ്റ് ദ സ്കൈ ഗൈസ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സെറ്റിംഗ് സൺ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഓവർ ഹിയർ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം പീക്കോക്കിൻ്റെ സൗണ്ടാണത്. ഇവിടെ ഇഷ്ടം പോലെ പീക്കോക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ജേർണലിങ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാനാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇരിപ്പുണ്ട്. ലുക്ക് അറ്റ് ദം. ലെറ്റ്സ് ഗോ ടു ദം. നമുക്ക് ഇതാണ് ഞങ്ങളുടെ ഫാം ഓഫീസാണ് ഗൈസ്, ഫാം ഓഫീസ്. ഇത് മഷ്റൂം ഷെഡാണ്. ഇതാണ് നമ്മുടെ ഐറൻ ചേച്ചി. ഇത് നമ്മുടെ ജേർണലിനുള്ള ഐറ്റംസ് ആണ്. ഇതെല്ലാവരും ഇവിടെ മഞ്ചാടി കളക്ഷനാണ്. അക്ഷര ഇവിടെ ഭയങ്കര മഞ്ചാടി കളക്ഷൻ. കണ്ടില്ലേ ആ പല്ലി കമ്പിയിട്ട ചിരി? ഐറിൻ ചേച്ചി ഇവിടെ പെറുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒച്ചോട്ടാ. ഇത് ഞങ്ങളുടെ പാർക്കാണ് ഗൈസ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ടെങ്കിൽ ഇതിന്റെ പേര് പാർക്ക് എന്നാണ്. അവിടെ കുറെ ബെഞ്ചസ് ഉണ്ട്. ആ ബെഞ്ചസിലൊക്കെ നമുക്ക് പോയിരിക്കാം. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവിടെ കുറെ കുരങ്ങന്മാരാണ് വന്നിരിക്കാറുള്ളത്. അവിടെ കുറച്ച് മുള കാണാം. ആ മുളയുടെ ഉള്ളിലാണ് നമ്മുടെ പാമ്പൊക്കെ താമസിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ അപ്പുറത്ത് അഗ്രോണമി ഫീൽഡാണ്. അവിടെ വർക്കേഴ്സായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളാണ് പ്ലോയിങ്ങും ഹാർവെസ്റ്റിങ്ങും സീഡിങ്ങും ബീഡിങ്ങും എല്ലാ തേങ്ങയും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതാ വിദൂരതയിലേക്ക് നോക്കൂ, അത് ഡേഞ്ചയുടെ ഹാർവെസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഹാർവെസ്റ്റിംഗ് സീസണായി. അതുകൊണ്ട് അവിടെ നല്ല ഗോൾഡൻ യെല്ലോയിൽ നിൽപ്പുണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. നോക്കൂ. എല്ലാം കഴിഞ്ഞു ഗൈസ്. ബൈ.